जपाकुसुम संकाशं काश्यपेयं महाद्युतिं तमोरिं सर्वपापघ्नं प्रणतोऽस्मि दिवाकरम्. േന്ദ്രിയങ്ങൾക്കു മന്ത്രാക്ഷരങ്ങൾ കൊണ്ടാരതിയൊഴിയുന്ന രക്കൻ, അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ടായുധങ്ങൾക്കു മൂർച്ചയേറ്റുന്നൊരു ശക്തൻ, വിഘ്നമായി നിൽക്കുവാനെത്തുന്ന സത്വങ്ങൾക്ക് അന്ത്യം കുറിക്കുന്ന രക്കൻ, അന്ത്യം കുറിക്കുന്ന രക്കൻ. പഞ്ചേന്ദ്രിയങ്ങൾക്കു മന്ത്രാക്ഷരങ്ങൾ കൊണ്ടാരതിയൊഴിയുന്ന രക്കൻ. അറിവിന്റെ അളവുകോലാണുരക്കൻ, ആത്മജ്ഞാനത്തിൽ അത്യുത്തമൻ. അറിവിന്റെ അളവുകോലാണുരക്കൻ, ആത്മജ്ഞാനത്തിൽ അത്യുത്തമൻ. ആയോധന മുറയിലഗ്രഗണ്യനവൻ, മായാജാല പ്രപഞ്ചനാഥൻ. പഞ്ചേന്ദ്രിയങ്ങൾക്കു മന്ത്രാക്ഷരങ്ങൾ കൊണ്ടാരതിയൊഴിയുന്ന രക്കൻ. ഗ്രന്ഥപ്പുരയാണുരക്കൻ, വേദവാക്യങ്ങൾക്കതീതനാഥൻ. നിറവിന്റെ ഗ്രന്ഥപ്പുരയാണുരക്കൻ, വേദവാക്യങ്ങൾക്കതീതനാഥൻ. നിണമാർന്ന മിഴികളാൽ ഉഗ്രരൂപൻ അവൻ, കോപാഗ്നിയാൽ ചാരമാക്കുന്നവൻ. പഞ്ചേന്ദ്രിയങ്ങൾക്കു മന്ത്രാക്ഷരങ്ങൾ കൊണ്ടാരതിയൊഴിയുന്ന രക്കൻ, അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ടായുധങ്ങൾക്കു മൂർച്ചയേറ്റുന്നൊരു ശക്തൻ, വിഘ്നമായി നിൽക്കുവാനെത്തുന്ന സത്വങ്ങൾക്ക് അന്ത്യം കുറിക്കുന്ന രക്കൻ, അന്ത്യം കുറിക്കുന്ന രക്കൻ. ഇതേ പ്രസിഡന്റ് വരുന്നുണ്ട്. എന്തായി രാമകൃഷ്ണ, പോലീസ് എന്താ പറഞ്ഞ? ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ആ ബോർഡ് ഒന്ന് മറിച്ചിട്ടെ. ഒന്ന് മറിച്ചിട്ടെ. ഈ
ബോഡി ആരാ ആദ്യം കണ്ടത്? സാറേ ഞാനാണ് സാറേ. എത്ര മണിക്കാ സംഭവം? ഒരു 6-6:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് തനിക്ക് എന്താ ഇവിടെ കാര്യം? വെളുത്തന്മാർക്ക് തിരിവെക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാ. തൻ്റെ വീട് എവിടെ? ആ കാണാണ് സാർ. ഇവൻ്റെ പേരറിയോ? സർ, ഇവന്റെ പേര് പുത്രൻ. ഇവൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും അടുത്തുണ്ടോ? ഇവന്റെ മുത്തി ആ വീട്ടിലുണ്ട്. ഇതാണ് സാറ് എന്റെ കുട്ടിയെ കൊന്നത് രക്കനാ. ആരാ പറഞ്ഞത്? രക്കൻ. നിങ്ങൾക്ക് എന്താ ഉറപ്പുണ്ടോ? എന്റെ കുട്ടി ഇന്നലെ രാത്രി ഒടിവേഷത്തിൽ ഇറങ്ങിയതാ വീട്ടിന്ന്. അവനെ കൊല്ലാൻ രക്കനല്ലാതെ മറ്റാർക്കും കഴിയില്ല. രക്കൻ ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഇവിടെ ഇല്ല, പക്ഷെ വരും. സാറേ, ഈ തള്ളയുടെ വാക്ക് കിട്ടിട്ട് കേട്ടില്ലേ പറഞ്ഞത്? ഒടിവേഷം രക്കൻ രണ്ടും തമ്മിൽ നല്ല മാച്ചാ. ഇപ്പൊ പൊക്കണവനെ, അല്ലെങ്കിൽ മിന്നല് പോലെ മായും. സാർ, ഇതിന്റെ പേരിൽ പ്രതിപക്ഷം ഞങ്ങൾ രാജിവെക്കാൻ പറയരുത്. അതിന് മുന്നേ 24 മണിക്കൂറിനുള്ളിൽ സത്യം പുറത്തു വരും. പോരെ? പണ്ട് അയ്യർമല കാട്ടിൽ വെച്ച് ഈ റക്കൻ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ കൊന്നു. കണ്ടത് എൻ്റെ അച്ഛൻ മാത്രം. സാക്ഷി പറയാൻ പോകുന്ന ദിവസം രാവിലെ മുതൽ എൻ്റെ അച്ഛൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. അയ്യർമലയിൽ അയ്യപ്പൻകാവിലുണ്ടായിരുന്ന ഒരു സുബ്രഹ്മണ്യം പോറ്റി അറിയോ? അതെൻ്റെ അച്ഛനാ. ഈ കൊലപാതകത്തിൽ രക്കന് കൈയുണ്ടെങ്കിൽ ആ കയ്യിൽ ഞാൻ പൂട്ടിടും. അതോ നീ എന്നെ പൂട്ടോ? പണ്ട് എൻ്റെ അച്ഛനെ പൂട്ടിയ പോലെ. നിനക്കറിയോ, എൻ്റെ അച്ഛൻ മരിക്കുന്നതുവരെ മിണ്ടിയിട്ടില്ല. കുറച്ച് സമയം തരാം ആലോചിക്കാൻ. എന്നിട്ട് ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കേ. വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കലേ രക്ക. ബീഡി വലിച്ച് കുറക്കണ്. അറിഞ്ഞോ, വേലായുധേട്ടൻ്റെ മരുമകൾ മരിച്ചു അത്രേ. രാവിലെ നോക്കുമ്പോ മുറിയിലില്ല. പെണ്ണ് കുളിമുറി കിടക്കണു. എന്താ ഏതാണെന്ന് അറിഞ്ഞില്ല. പെണ്ണിന് 2 മാസം വയറ്റിലാത്രേ. ചായ കുടിക്കണില്ലേ? രക്കൻ ചായ കുടിക്കാറില്ല. വരും, ഇരിക്കും, പോവും. എൻ്റെ വയസ്സാണ്. ഇപ്പോഴാ ശരീരം കണ്ടില്ലേ? എന്താ ഈ വഴി? പണ്ട് അയ്യർമലക്കാട്ടിലൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു, നാഗപ്പൻ. തോലും തൊപ്പയും പറിച്ച കോഴിയും എണീറ്റ് നിന്ന് കോവും. അയാളുടെ അടുത്ത് നിന്നാ ഞാനും നിന്റെ അച്ഛൻ തേവനും മന്ത്രവാദ ഒടിവിദ്യയും പഠിച്ചത്. തേവൻ പോയി, പക്ഷേ പിള്ളതൈലുണ്ടാക്കാനുള്ള വിദ്യ മകനെ പഠിപ്പിച്ചിട്ടാവും പോയത്, അല്ലേ? എൻ്റെ കുട്ടി, ഇനി അതെടുത്ത് കളിക്കരുത്. നിന്റെ അച്ഛൻ്റെ ഒറ്റ ചെങ്ങാതിയുടെ ഒരു അപേക്ഷയാണ്. കഴിഞ്ഞ പണ്ട് ഈശ്വരമഠം അച്ഛൻ തിരുമേനിയുടെ അടുത്ത് ചെന്ന് മാട്ടും മാരണവും നടത്തി എൻ്റെ അച്ഛനെ കൊന്ന നാട്ടുകാരോട് ചെറിയൊരു പ്രതികാരം. നിന്റെ അച്ഛൻ പുണ്ണുവന്ന് പുഴുത്തു ചത്തത് ആരും മാട്ടും മാരണവും നടത്തിയിട്ടല്ല, അവന്റെ നെറികെട്ട സ്വഭാവം കൊണ്ടായിരുന്നു. മതിരക്ക, പഴങ്കഥ നിർത്ത്. എനിക്ക് പോണം, വഴിമാറി. പേടിക്കണ്ട, ഞാൻ ആരെയും കൊല്ലില്ല. പീഡിപ്പിച്ചു വിടുക. മോളിറങ്ങിയോ?
എന്തിന്? ഞാൻ ഈ റബ്ബർ തോട്ടത്തിലെത്തി. ഈ വെച്ചോ, ഞാൻ എന്താ വരണം. ഇന്നത്തെ കാലത്ത് ഒടിയനെ കണ്ടെന്ന് പറഞ്ഞ് ആരാ വിശ്വസിക്കുക? അല്ലെങ്കിലും പ്രേതത്തിനെയും ദൈവത്തിനെയും കണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിന് ഒടിയൻ പ്രേതൊന്നല്ല, മനുഷ്യൻ തന്നെയാണ്. ഈ മനുഷ്യൻ എങ്ങനെ ഒടിയനാവണേ? അത് ഈ 2 മാസം ഗർഭമുള്ള സ്ത്രീകളുടെ വയറ്റീന്നേ കരു പുറത്തെടുത്ത് കുറച്ച് പച്ചമരുന്നൊക്കെ ചേർത്ത് ഒരു തൈലം ഉണ്ടാക്കും, പിള്ളതൈലം. അത് ചെവി തേച്ചനാണത്രേ അവർ വേഷം മാറണത്. അവർ ഈ നായും പോത്തും ഒക്കെ ആവുമെന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ആയാൽ തന്നെ വാലോ കൊമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. ഇവനെന്തിനാ പാതിരാത്രിക്ക് ആ വഴിക്കൊക്കെ വന്നേ? ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ. ആ വെളിച്ചപ്പാട് വന്നു. ഇനിയിപ്പോൾ മണികണ്ഠൻ്റെ പേടിയൊക്കെ പമ്പ അടക്കും. ആരാ? രക്കനോ? മരുമകളുടെ കഴുത്ത് സ്വന്തം മകനൊടിച്ചു കൊന്നതുപോലെ പേരക്കുട്ടിയുടെ കൈകൊണ്ട് ചാവുണ്ടെങ്കിൽ എല്ലാം നിർത്തിക്കോളം പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ല രക്ക, എനിക്ക് എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. കള്ളും കോഴിയും കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന കരിങ്കുട്ടിയുണ്ട് ഞങ്ങളുടെ കാവലിന്. പോരാത്തതിന് കണ്ടനും മുണ്ടനും. ഈ രക്കനെന്ന് മനസ്സ് വെച്ചാ നിങ്ങളുടെ ഒരു ശക്തിക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പഴയതൊക്കെ മറന്നോ? എന്നെ കൊണ്ടിനി ഒരു കൊടുംപാപം ചെയ്യിക്കരുത്. എന്റെ കുട്ടി ഈ വയസ്സിന്റെ വാക്ക് കേട്ടില്ലല്ലേ? വഴിമാറിരക്ക, ഊട്ടി എൻ്റെ മുമ്പിൽ വഴി തടസ്സം നിൽക്കാതെ. പിള്ളതൈലത്തിന്റെ മണം എത്ര അകലെയാണെങ്കിലും ഈ രക്കൻ മണത്തറിയും. എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ വഴിമാറ. ഇല്ലെങ്കിൽ ഇല്ല പുത്ര, ഈ രക്കനെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ ഒടുവിദ്യ പഠിപ്പിച്ചപ്പോ ഈ രക്കൻ ആരാണെന്ന് പഠിപ്പിച്ചില്ല നിന്റെ അച്ഛൻ. എനിക്കറിയാം രക്ക നിന്നെക്കുറിച്ച്. മേടമാസത്തിലെ ചിങ്ങം ലഗ്നത്തിൽ സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനനം. കഴിഞ്ഞോ രക്കനെ കുറിച്ചുള്ള നിന്റെ അറിവ്? ഇല്ല, ഇനി നിന്റെ മരണം. അതിനെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ മരണം പഴയ ചങ്ങാതിയുടെ മകന്റെ കൈകൊണ്ടുള്ള ഓട്ടി വിധിയിൽ. ഈ കാഞ്ഞിരത്തിന്റെ വടിയൊന്ന് അമർത്തിയാ എന്റെ കുട്ടിയുടെ പൊള്ളക്കൊറല് പൊട്ടി പെടഞ്ഞു ചാവും. അത് വേണ്ടെങ്കിൽ എണീറ്റ് പോ. നിന്നെ
ഇവിടെ കെട്ടിയിടാൻ അറിയാഞ്ഞിട്ടല്ല. നാളെ നേരം വെളുക്കുമ്പോ ഉടുതുണിയില്ലാത്ത നിന്നെ നാട്ടുകാർ കാണും. ഇനി ഒരിക്കൽ കൂടി ഒടിവേഷം കിട്ടി എൻ്റെ മുന്നിൽ വന്ന എൻ്റെ കുട്ടിയുടെ അന്ത്യമായിരിക്കും. എന്താ കാര്യങ്ങളൊക്കെ തലകീഴായി മറഞ്ഞില്ലേ? എന്റെ മുന്നിൽ തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞതല്ലേ? ഉടുമ്പാ, എൻ്റെ അച്ഛൻ്റെ പഴയ ചങ്ങാതിയെ അധികം വേദനിപ്പിക്കരുത്. പുത്രം പൊക്കോ, ഇത് ഉടുമ്പം പിള്ളേരേറ്റു. നോക്കടാ, ഇന്നലെ മാങ്കുറിശിയിൽ നിന്ന് കുറച്ച് ആളുകൾ കാണാൻ വന്നിരുന്നു. മാങ്കുറിശിയിലെന്തോ പ്രശ്നമുണ്ടെന്ന് വെളിച്ചപ്പാട് പറഞ്ഞു അത്രേ. ഞാനൊന്നും പറയാൻ പോയില്ല. നീ എന്നെ വന്ന് കണ്ടതും പറഞ്ഞതും ഒന്നും. പ്രതിവിധിയും പരിഹാരങ്ങളും ഒക്കെ അതത് സമയത്ത് നിയോഗിക്കപ്പെട്ടവൻ ചെയ്യുമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. കൈയിങ്ങോട്ട് നീട്ടുക. ആരാ? മറ്റാരുമല്ല, മുണ്ടൂർ മനക്കര തമ്പുരാട്ടി. പണ്ട് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുണ്ടൂർ മനയെ പറ്റിയും അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച്. സത്യത്തിൽ എന്താ മുണ്ടൂർ മനയ്ക്കൽ സംഭവിച്ചത്? മുണ്ടൂർ മന, അവിടുത്തെ തമ്പ്രാനും തമ്പ്രാട്ടി പാവങ്ങളായിരുന്നു. എന്താ രക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണമ്പ്ര. പണിക്കാരെല്ലാവരും വന്നിട്ടുണ്ടോ? മാണിക്കനും വേലായുധനും വന്നിട്ടില്ല. എന്തു പറ്റി അവർക്ക്? വല്ലായിക വല്ലതും? അറിയില്ല അമ്പ്ര, 2 ദിവസമായി വന്നിട്ട്. തേവൻ അയ്യർമല പോയിട്ട് എപ്പോൾ തിരിച്ചെത്തി? ഇന്നലെ രാത്രി എത്തി അമ്പ്ര. ശരി, പണികൾ നടക്കട്ടെ. ഇപ്പം അവർ നിന്റെ മുറപ്പെണ്ണല്ല. കറുത്തീയത്തിൽ വാർത്ത കാമശില്പം. രക്ക, തമ്പുരാട്ടി എൻ്റെ ഉറക്കം കെടുത്തുന്നു. വേണ്ട ദേവ, പാവങ്ങളാ. കാലത്രയായിട്ടും സന്താനങ്ങളുണ്ടാവാത്ത ദുഃഖ ആ 2 മനസ്സ് നിറയും. ഈ കാര്യത്തിൽ നീ തടസ്സം പറയണ്ട. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മറി എൻ്റെ അടുത്ത് വന്നാൽ മതി.
പിന്നെ തമ്പുരാട്ടി എന്നും എന്നെ തേടി വരും. അതിനുള്ള വിദ്യ എനിക്കറിയാം. ദേവാ, നിന്റെ എല്ലാ പോക്കൃത്തരത്തിനും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിന് നിന്റെ സമ്മതം വേണ്ട. ഞാൻ എൻ്റെ വശീകരണ മന്ത്രം പ്രയോഗിക്കും. ദേവാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. പേര് മാറ്റിയാലും അവൾ എൻ്റെ മുറപ്പെണ്ണല്ലേ. വാ. തമ്പുരാട്ടി, നേരം ഒരുപാടായിട്ടോ. മതി, കേറി വാ. എന്റെ കുട്ടി ഒന്ന് അടങ്ങിയിരിക്കേ. ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴും വരുന്നത് ഒരു രസല്ലേ? നല്ല രസം തന്നെയാ. പക്ഷെ കുറെ നേരായി. തമ്പുരാൻ കാണാഞ്ഞിട്ട് അന്വേഷിച്ച് വരുന്നുണ്ടാവും. മനയിൽ 14 വട്ടത്തിന്റെ കിണറുണ്ട്. അതിൽ 19 കോല് വെള്ളമുണ്ട്. എത്ര വെള്ളം വേണമെങ്കിലും ഞാൻ കോരിത്തരാം. ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ. തമ്പുരാട്ടി, എവിടേക്കാ ഈ പോണേ? എന്താ കുട്ടി? തമ്പുരാട്ടി, 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 കളപ്പുരയില് തമ്പുരാട്ടി എന്തേ കാണിച്ചേ? തമ്പുരാനോട് മാപ്പ് പറ. തമ്പുരാനെ മാപ്പാക്കണം. പ്രഭ, തമ്പുരാനെ, അവനെ കൊല്ലരുത്. ഈ ഉള്ള എൻ്റെ അപേക്ഷയാണ്. അങ്ങയുടെ കാല് ഞാൻ പിടിക്കാം. ഇതോടുകിൻ്റെ നീരിൽ മുക്കിയ ചാമയാണ്. 90 ദിവസത്തിനുള്ളിൽ ദേഹമാസകലം പുണ്ണുവന്ന് പുഴുത്തു ചാവും. ഇത് അയ്യർമലയിലെ നാഗപ്പൻ തന്നതാണ്. നിനക്ക് ആവശ്യം വരും. എന്നാ പിടിച്ചോ. തമ്പുരാൻ അന്ന് തടഞ്ഞത് അബദ്ധമായിപ്പോയി. ഇല്ലെങ്കിൽ ഇങ്ങനൊരു വിഷവിത്ത് ജനിക്കില്ലായിരുന്നു. ജനനവും മരണവുമെല്ലാം നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനിടയിൽ സംഭവിക്കുന്നതെല്ലാം കർമ്മഫലം. മാങ്കുറിശിയുടെ കാവലാളന് ഈ ആയുസ്സും ആരോഗ്യവും എന്നെന്നും നിലനിൽക്കട്ടെ.
ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ നീ? ഞാനൊരു പെണ്ണ്. നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? കാര്യമൊന്നുമില്ല. മനസ്സിനും ശരീരത്തിനും എന്തോ ഒരു ദാഹം. അതാ ഞാൻ. നിനക്കെന്നെ മനസ്സിലായോ? ആരാ? മനുഷ്യൻ അല്ല, പാലപ്പൂവിൻ്റെ ഗന്ധം പേറി കന്യകമാരുടെ മനം മയക്കാൻ വരുന്ന ഗന്ധർവൻ. എന്നെ കളിയാക്കുകയാണല്ലേ? പിന്നെ ഈ രാത്രിയിൽ എന്നെ പോലൊരു സുന്ദരി ഒറ്റയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇവിടെ വെച്ച് ഇവർക്കാകാമെങ്കിൽ നമുക്കെന്തായാല്? ഈ സൗഭാഗ്യം ഈ ഉള്ളവന് എന്നും കിട്ടുമോ? കിട്ടും. പിള്ളതൈലത്തിന്റെ ഗന്ധം എന്റെ സിരകളിൽ മത്ത് പിടിപ്പിക്കുന്നു. ആരാണ് നീ? എന്തിനാണ് സാർ രക്കൻ ആ ഫോറസ്റ്റ് ഗാർഡിനെ കൊന്നത്? അവൻ ചാകേണ്ടവൻ തന്നെ ആയിരുന്നു. കാട്ടിൽ വിറക് പെറുക്കാൻ ചെന്ന 2 പെൺകുട്ടികളെയാ അവൻ പിച്ച് ചീന്തിയത്. സാർ രക്കന് ഞാനൊരു സല്യൂട്ട് കൊടുത്തോട്ടെ. ഇങ്ങനെയുള്ളവരെ നമുക്കൊന്നും തൊടാൻ പോലും പറ്റില്ലല്ലോ. സോറി സാർ. സർ, പുത്രൻ്റെ PMC. രാത്രി 1-നും 1:30-ക്കും ഇടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. എന്താ രക്ക, നിനക്കൊള്ളൊന്നും പറയാനുണ്ടോ? സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതെല്ലാം കോടതിയിൽ പറയാം. സാർമാരെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആ സാറിനറിയാം. ഉബൈദ് സാർ, ഉബൈദ് ഇയാളെ അറിയോ? സാർ, ഇന്നലെ വൈകുന്നേരം ഇയാളിവിടെ വന്നിരുന്നു. താനല്ലേ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നത്? അതെ സാർ. സാർ, ഈ രാത്രി ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ? അതെന്തോടെ ഇവിടെ? തനിക്ക് വീടില്ലേ? എനിക്ക് വീടില്ല, നാടേ ഉള്ളൂ, മാങ്കുറിശി. ഇപ്പൊ പോയാ നല്ല മഴ വരുന്നുണ്ട് സാർ. അവിടെ എവിടെയെങ്കിലും ഇരുന്നോ, രാവിലെ എണീറ്റ് പൊക്കോണം. ആ 130 ചെക്ക്. സാറേ, രക്കനൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യല്ല.